Hi, my dear friends. എല്ലാവർക്കും ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 1 ന്യൂസ് ആണ്. ഡിസംബർ 1, 2021 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് മറ്റുള്ള ന്യൂസ് വ്യത്യസ്തമായിട്ട് വെറും പത്രം മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇതേ രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത്, അതോ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന PDF-ന്റെ ബേസിലുള്ള ഡിസ്കഷൻ ആണോ, അതോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആണോ? അത് അങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പത്രം മാത്രം വെച്ച് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അതിലേക്ക് ഒരു എഡിറ്റോറിയൽ കോളം ഒരു എഡിറ്റോറിയൽ കോളം കൂടിയാണ് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം. അപ്പൊ അതിൽ ഒന്നാമത്തെ ന്യൂസ് ഉണ്ടായിരുന്നത്, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ ഞാൻ ഇടുന്ന UPSC-യുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ ന്യൂസുകളും എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ UPSC മെറ്റീരിയൽസ് എല്ലാം ലഭ്യമാവുന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. NCERT മറ്റുള്ള പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം അതിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടായിരുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട് രാജ്യസഭ 12 പേരെ MPs-നെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഒരു സെഷനിലോട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു എങ്ങനെയാണ് സസ്പെൻഷന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കണം. അതോ അത് രാജ്യസഭ ചെയർമാൻ എന്നുള്ള രീതിയിൽ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് രാജ്യസഭ ലീഡർ, ഇതൊക്കെ ലീഡർ ഓഫ് ദി ഹൗസ് ഓഫ് രാജ്യസഭ എന്നുള്ള രീതി അവരാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓരോ ഹൗസിനും ഓരോ ലീഡേഴ്സ് ഉണ്ടാവും അറിഞ്ഞിരിക്കുക. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ലോകസഭ ലീഡർ എങ്കിൽ അദ്ദേഹം മറ്റൊരാളെ എന്ത് ചെയ്ത് രാജ്യസഭയിൽ ലീഡർ ആക്കി വെക്കാനാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സസ്പെൻഷൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകണ്ട. നമുക്ക് ഈ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന രാജ്യസഭ ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിയിൽ പഠിക്കുക, നിങ്ങൾ അതൊന്ന് സ്ട്രെസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. പിന്നെ രാജ്യസഭ ലീഡറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ആരായിരിക്കും ലീഡർ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ രാജ്യസഭ ചെയർമാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിയിൽ നോക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് ക്രിപ്റ്റോ ബില്ലാണ്. ക്രിപ്റ്റോ ബില്ല് ഉടൻ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് വന്നതിന് ശേഷം ക്രിപ്റ്റോ കറൻസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പല ക്ലാസ്സുകളിലും പല ന്യൂസുകളും ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ക്രിപ്റ്റോ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് ഉണ്ടാവുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മറ്റു ന്യൂസ് ഉണ്ട്, GDP 8.4% ഗ്രോ ചെയ്തിട്ടുണ്ട്. ക്വാർട്ടറിൽ ഗ്രോ ആണ് കാണിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് അങ്ങനെ ഡാറ്റ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് GDP യെ കുറിച്ച് കുറച്ച് ടേംസുകൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ നോക്കി വെക്കണം. ഓക്കെ, എന്താണ് GDP, GNP, NNP, NDP തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഇപ്പൊ തന്നെ ഗ്രോസ് വാല്യൂ ആഡഡ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലൊന്നും അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു വെക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു ന്യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കോട്ട എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാനലിലെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിരുന്നു അത് കൂടുതൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാനലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, ഇത് പഠിക്കാൻ വേണ്ടി. അപ്പൊ അത് നമുക്കറിയാം 10% ഒരു 10% റിസർവേഷൻ കൊടുക്കുന്നതാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കൊടുക്കുന്നതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗവൺമെന്റ് ജോബ്സിലും ഒക്കെ. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ല. ജസ്റ്റ് അത് അവരുടെ പാനലിലെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പാർലമെന്റ് എന്തെങ്കിലും മാറ്റം വരുത്താണ് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾക്ക് ആ PDF എടുത്ത് നോക്കാവുന്നതാണ്. മറ്റു ന്യൂസ് ഉണ്ടായി നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസ് തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും വരുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ആ കറന്റ് അപ്ഡേഷൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒന്നാമതായിട്ട് ഫാം ഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഏകദേശം 14.6% എന്ത് ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് 2.5 ആഡ് ചെയ്യുന്നതാണ് സിറ്റിനെ പൊല്യൂഷൻ. അഥവാ ഡൽഹി പൊല്യൂഷന് ബന്ധപ്പെട്ടാണ്. ഡൽഹി പൊല്യൂഷൻ നമുക്കറിയാം ഈ ഒരു ഡിസംബർ നവംബർ സമയത്താണ് കൂടുതലായിട്ട് ഡൽഹി പൊല്യൂഷൻ സിവിയർ ആവാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ ബാൻ ഒക്കെ ഉണ്ട്. ഇന്നലെ അതിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ ബാനുള്ള സമയത്തും സെൻട്രൽ വിസ്റ്റ പ്രോഗ്രാം നടക്കുന്ന രീതിയിൽ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന രീതിയിൽ. അപ്പം ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് എന്നുള്ള ഡൽഹി പൊല്യൂഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഡൽഹി പൊല്യൂഷന്റെ റീസൺസ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എല്ലാം മുമ്പുള്ള ന്യൂസുകൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ PDF നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബേസിൽ നോട്ട്സ് ഉണ്ടാക്കി വെക്കൽ നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഡാറ്റയും കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സഫറിനൊക്കെ ബന്ധപ്പെട്ട ഡാറ്റയാണ്. അപ്പൊ ഏകദേശം ആവറേജ് 14.6% ഈ ഫാം പൊല്യൂഷൻ മാത്രമാണ് വരുന്നതാണ്. ആവറേജ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി സ്റ്റബിൾ ബേണിംഗ് ടു ഡൽഹിസ് PM 2.5 ലെവൽ നവംബർ 40.6%. ആ ഒരു മന്ത് മാത്രം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് റിസർച്ച് ഇതും ജസ്റ്റ് നോക്കണേ. അതിൽ ഏതൊക്കെയാണ് കോഡിങ് കാര്യങ്ങളും വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, അതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതാണ് ഈ ഫ്രണ്ട് പേജിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇത് ഡൽഹി എഡിഷൻ ആണ്, നിങ്ങളുടെ എഡിഷന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ പ്രാദേശികമായ ന്യൂസ് ആണ്, ഇത് ഡൽഹി ബേസ്ഡ് ന്യൂസ് ആണ്, നമുക്ക് അത് അങ്ങനെ കൂടുതൽ നോക്കണമെന്നില്ല.
നിങ്ങൾ നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ ന്യൂസുകൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ്സ് നടക്കുന്ന കാര്യങ്ങൾ അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി അതൊന്ന് നോക്കി വെക്കുക നല്ലതായിരിക്കും. ഓക്കെ, ഇന്റർവ്യൂവിനൊക്കെ ഹെൽപ്പ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് GS-ലൊക്കെ കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് നോക്കി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ 2 എഡിറ്റോറിയൽ കോളം നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ഇത് വരുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഓക്കെ, ആ 2 എഡിറ്റോറിയൽ നിങ്ങൾ ഒന്ന് വായിക്കുക, ഏറ്റവും കറന്റ് ഇഷ്യൂ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ നോക്കാനുള്ളത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ബോഡി ബന്ധപ്പെട്ട ഒരു കോളം ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അത് വളരെ ഷോർട്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ നമുക്ക് ജസ്റ്റ് നോക്കാം. അല്ലെ, ഹെൽത്ത് അലോക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് 15th ഫിനാൻസ് കമ്മീഷന്റെ ആ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം കുറച്ച് കൂട്ടിയത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഏകദേശം സെൻട്രലിൽ ഒരു ഗ്രാന്റ് കൊടുത്തിരുന്നു. ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 8,453 crore ലോക്കൽ ബോഡിയിലോട്ട് കൊടുക്കാൻ വേണ്ടിയിരുന്നായിരുന്നു. അതൊരു ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഗ്രാന്റിന്റെ ഏകദേശം 70,000 crore ഹെൽത്ത് ഗ്രാന്റ് ആയിട്ട് മാത്രം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രാന്റ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണ് വരുന്നത്. അപ്പൊ അത് ഓൾറെഡി ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യാണ്, 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ജസ്റ്റ് 15th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കണം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അത് സിഗ്നിഫിക്കന്റ് ആവുന്ന വെച്ചാൽ 2.3% ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആണ് ഇത് ഈ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ചുകൂടെ പറയുന്നുണ്ട്. നമുക്കറിയാം 1992 73rd and 74th അമെൻഡ്മെന്റ് പ്രകാരമാണ് ലോക്കൽ ബോഡീസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അഥവാ പഞ്ചായത്ത് രാജ് ആൻഡ് അർബൻ ലോക്കൽ ബോഡി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി എസ്പെഷ്യലി പ്രൈമറി ഹെൽത്ത് കെയറിന്റെയും പബ്ലിക് ഹെൽത്ത് സർവീസിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ കൂടിയും, ആ പേരിൽ കൊടുത്തെങ്കിൽ കൂടി അവർക്ക് അതിനുള്ള പല അധികാരങ്ങളും എന്ത് ചെയ്യുന്നത് കിട്ടുന്നില്ല, ഫണ്ട് കിട്ടാത്ത ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നീടൊക്കെ ഒരു മാറ്റം വരുന്ന 2005 എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാം വരുന്നതാണ്. പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം വന്ന മറ്റൊരു പ്രോഗ്രാമാണ് 2017-18 എന്ത് ചെയ്യുന്നുണ്ട്, 25 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ULB-ക്കും റൂറൽ ലോക്കൽ ബോഡിക്കും എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് 1.3% 1% ഒക്കെ ആനുവൽ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അർബൻ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ലോക്കൽ ബോഡീസ് സ്പെൻഡിങ്, ഓക്കെ, ഈ ഒരു ഹെൽത്തിലേക്കുള്ള സ്പെൻഡിങ് എന്ന് പറയുന്നത് ഏകദേശം 1% to 3% വരെ മാത്രം ആനുവൽ ബജറ്റിൽ ഹെൽത്തിൽ കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത്. കാരണം ഇപ്പൊ റീസെന്റ് ഹെൽത്ത് കൂടുതൽ എടുത്ത് ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മളുടെ കൊറോണ സിറ്റുവേഷൻ വന്ന സമയത്തൊക്കെ ലോക്കൽ ബോഡിയിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ലെവലിലുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഡെവലപ്പ് ആവണം എന്നുള്ളതിന്റെ ആവശ്യകത നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അപ്പൊ ഈ ഒരു ഡാറ്റ പറയുന്നത് ഏകദേശം ലോക്കൽ ബോഡി സ്പെൻഡ് ചെയ്യുന്ന 1 to 3% ഓഫ് ആനുവൽ ബജറ്റ് മാത്രമേ ഹെൽത്തിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഓൾവേസ് ലോവർ ദാൻ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി റിപ്പയർ ഓഫ് ദി സ്ട്രീറ്റ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ റിപ്പയർ ചെയ്യുന്നതിനേക്കാളും കുറവാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും കുറവാണ് ഹെൽത്ത് കെയറിൽ ലോക്കൽ ബോഡിന്റെ ഇത് വരുന്നതാണ് നമ്മുടെ പൊതുവെ പറയുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നുണ്ട് റൂറൽ ഏരിയാസിൽ. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ ഏരിയാസ് ഒന്നുകൂടെ എന്താണ്, both urban and rural area need more health service. However, the challenges in the rural area is poor functioning and availability of primary health care facilities ഒക്കെ poor functioning ഒക്കെയാണ് റൂറൽ ഏരിയ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ പോലെ തന്നെ അത് കൂടാതെ കുറച്ച് ഒബ്സ്റ്റാക്കിൾസ് പറയുന്നുണ്ട്. അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസ് ആർ വീക്കർ ദാൻ വാട്ട് ഈസ് അവൈലബിൾ ഇൻ ദ റൂറൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ, സർവീസ് നോക്കുകയാണെങ്കിൽ റൂറലിനേക്കാളും വീക്കർ ആയിട്ടാണ് അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസ് പറയുന്നത്. അതുകൊണ്ട് അഭിപ്രായങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന, എഴുതി വെക്കാൻ പറ്റുന്നത് ഈ എസെൻഷ്യൽ സ്റ്റെപ്സ് ആണ്. നമുക്ക് റൂറൽ ഹെൽത്ത് കെയറിനെ കൂടുതൽ ബെറ്റർ ചെയ്യിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു എസെൻഷ്യൽ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് പറയുന്നത് എന്താണ്, ഗ്രാൻഡ് ഷുഡ് ബി യൂസ്ഡ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ഉപയോഗിക്കാം, സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടി ലോക്കൽ ബോഡീസിലുള്ള. ഓക്കെ, ഗ്രാൻഡ് വ്യക്തമായിട്ട് കൊടുക്കുക, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ആയിട്ട് പറയുന്ന അവയർനെസ് ആണ് സിറ്റിസൺ അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ലോക്കൽ ബോഡീസ്. ഹെൽത്ത് കെയർ സർവീസ് സെക്ടറിൽ ലോക്കൽ ബോഡീസിന്റെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നുള്ള സിറ്റിസൺസിനെ അവെയർ ആക്കുക എന്നുള്ളതാണ്. തേർഡ് ആയിട്ട് പറയുന്നത് സിവിൽ സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻസ് നീഡ് ടു ബി പ്ലേ ഗ്രേറ്റർ റോൾ ഇൻ ദ റൈസിംഗ് അവയർനെസ് അബൌട്ട് ദ റോൾ ഓഫ് ദി ലോക്കൽ ബോഡീസ്. ഹെൽത്തിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് സിവിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക, അതൊരു അവരുടെ അവയർനെസ് കൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. ഫോർത്ത് ആയിട്ട് പറയുന്ന 15th ഫിനാൻസ് കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റ് എന്ത് ചെയ്യണം, ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ദ
റീപ്ലേസ്മെന്റ് ഓഫ് ദി ഹെൽത്ത് സ്പെൻഡിങ് ലോക്കൽ ബോഡീസ് റീപ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റേതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്, ഓൾറെഡി കൊടുക്കുന്നതിന്റെ കൂടെ. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യണം അലോങ്സൈഡ് ഇൻക്രീസ് ചെയ്യണം ദെയർ ഓൺ ഹെൽത്ത് സ്പെൻഡിങ് റെഗുലർലി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട്. ഫിഫ്ത്ത് ആയിട്ട് പറയുന്ന മെക്കാനിസം ഫോർ ബെറ്റർ കോർഡിനേഷൻ, മൾട്ടിപ്പിൾ ഏജൻസീസ് വർക്ക് ചെയ്യുന്നുള്ള ഹെൽത്തിൽ അവർക്ക് എല്ലാം കോർഡിനേഷൻ എന്ത് ചെയ്യണം, കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. സിക്സ്ത് ആണ് ലോക്കൽ ബോഡീസ് എന്ത് ചെയ്യണം, റിമെയിൻ ഹെൽത്ത് ഗ്രീൻഫീൽഡ് ഏരിയാസ് റിമെയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കൂടുതൽ ഡെവലപ്പ് ഇന്നോവേറ്റീവ് ഹെൽത്ത് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക, കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കുറച്ച് റെക്കമെൻഡേഷൻ. അപ്പൊ ഈ റെക്കമെൻഡേഷൻസ് ഈ 5ഓളം കാര്യങ്ങൾ പറയുന്നത് അത് ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ലോക്കൽ ബോഡിയും ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ കൂടുതലായിട്ട് നമുക്ക് അതിൽ പറയുന്നത് ഈ ഗവൺമെന്റ് ഫണ്ടിങ് തന്നെ ഹെൽത്തിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു റീസെന്റ് ഇതൊക്കെ കാണിക്കുന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ കാര്യങ്ങളില്ല എങ്കിലും വളരെ കുറച്ച് പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ലോക്കൽ ബോഡിയും ലോക്കൽ ബോഡിയുടെ ഹെൽത്തിലേക്ക് വരുന്ന അവരുടെ ഇൻവോൾവ്മെന്റും അതിലുള്ള ഇഷ്യൂസും അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഇഷ്യൂ ഒന്ന് വായിക്കാം, നമുക്ക് വരും ദിവസങ്ങളിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ബാക്കിയുള്ളത് നമുക്ക് ഓരോ അത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട മറ്റു ന്യൂസ് ഉണ്ടായിരുന്നപ്പോൾ നേവി ചീഫ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നേവി നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റിയിൽ നമ്മുടെ ഫോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കൽ കൊണ്ട് തന്നെ 3 ഫോഴ്സ്, നേവിയും ആർമിയും ഒക്കെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ നോക്കേണ്ടത്. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് ന്യൂ ക്രിപ്റ്റോ ബില്ല്. ഓക്കെ, ക്രിപ്റ്റോ ബില്ല് വരുന്നതിനെ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, മിനിസ്റ്ററി അതിന്റെ വർക്കിങ്ങിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ ക്രിപ്റ്റോ കറൻസിയുടെ അഡ്വാൻറ്റേജ്, ബെനിഫിറ്റുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിരോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത് നല്ലതാണോ അല്ലേ എന്നുള്ള ഡിസ്കഷൻ ഒക്കെ ഞാൻ മുമ്പ് പല ന്യൂസിലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് എടുത്തു നോക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ കോട്ട ബന്ധപ്പെട്ട ന്യൂസിനെ ഫസ്റ്റ് പേജ് എന്നുള്ളതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. ഒരു പാനലെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ റെക്കമെൻഡേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം. എക്കണോമിക്കൽ വീക്കർ സെക്ഷനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഒന്നെങ്കിൽ പ്രീവിയസ് ന്യൂസുകൾ എടുത്തുകൊണ്ട് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ കുറെ പേര് എന്ത് ചെയ്ത് നമ്മുടെ സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ എങ്ങനെയൊക്കെ അത് അക്യൂർ ചെയ്യാം, എങ്ങനെയൊക്കെ റിനൗൺസ് ചെയ്യാം, എങ്ങനെയൊക്കെ അത് നമുക്ക് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇതൊക്കെ രാഷ്ട്രീയ ന്യൂസുകളാണ്. പിന്നെ കാഗിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, കാഗിന്റെ ന്യൂസ് ആർമിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ് ലോഡിങ് മോഡലിൽ ഡിലേ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ടത് കാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ആർമി ഇത് ന്യൂസ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ, ആർമിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് വർക്ക്ഷോപ്പ് മോഡേണൈസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച മോഡല് ഗവൺമെന്റ് ഓൺഡ് കോൺട്രാക്ടർ ഓപ്പറേറ്റഡ് മോഡലായിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിൽ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന് കാഗുമായി ബന്ധപ്പെട്ട പൊളിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ, ആർട്ടിക്കിള്, അതിന്റെ ഡ്യൂട്ടീസ്, ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഈ ഒരു മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പല മോഡൽ ഉണ്ട്. PPP മോഡൽ പറയുന്നത് പോലെ ഗവൺമെന്റ് ഓൺഡ് കോൺട്രാക്ടർ ഓപ്പറേറ്റഡ് മോഡൽ ഉണ്ട്. ആ മോഡലിൽ വരുന്ന ഡിലേ വന്നതായിട്ടാണ് ഇപ്പൊ ന്യൂസ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് അതൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ട്. ഓക്കെ, മറ്റൊന്ന് കോർ സെക്ടർ ആണ്. കോർ സെക്ടർ, അപ്പൊ കോർ സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റീബൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രോത്ത് കാണിച്ചത്. അപ്പൊ നമുക്ക് അതിൽ ഡാറ്റാസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഈ കോർ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇൻഡെക്സ് ഓഫ് ദി 8 കോർ ഇൻഡസ്ട്രീസ് ആണ് കാണിക്കുന്നത്. 7.5% എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കോർ സെക്ടേഴ്സ് പറയുകയാണെങ്കിൽ 8 കോർ സെക്ടേഴ്സ് ആണ്. ഈ 8 കോർ സെക്ടേഴ്സ് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്ന ശേഷം നമ്മുടെ 40%, ഓക്കെ, 40.27% ഓഫ് ദി ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വെയിറ്റേജ് വരുന്നത് ഏതാണ്, നമ്മുടെ ഈ ഒരു കോർ ഇൻഡസ്ട്രീസ് ആണ്. അതുകൊണ്ട് തന്നെ കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് അതിന്റെ വെയിറ്റേജ് പ്രകാരം തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. സിമെന്റ്, കോള്, ഇലക്ട്രിസിറ്റി, അതുപോലെ റിഫൈനറി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഓക്കെ, പിന്നെ സ്റ്റീൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ക്രൂഡ് ഓയിൽ, ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. അതിന്റെ ഓർഡർ പ്രകാരം തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിന്റെ റിഫൈനറി പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, തേർഡ് സ്റ്റീൽ വരുന്നുണ്ട്, ഫോർത്ത് വൺ കോള് വരുന്നുണ്ട്, ക്രൂഡ് ഓയിൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ദെൻ സിമെന്റ്, ഫെർട്ടിലൈസർ. ഇതാണ് അതിന്റെ ഓർഡർ. ജസ്റ്റ് ആ ഓർഡർ പ്രകാരം തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്.
ഈ ഡാറ്റ എത്ര പെർസെന്റേജ്, ഈ 40% എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, എത്രത്തോളം 40% നമുക്ക് 8 കോർ സെക്ടേഴ്സ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത്. അത് മാത്രം പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ഇൻഡെക്സ് ഒക്കെ ഇറക്കുന്നത്. മറ്റൊരു ന്യൂസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഏകദേശം 36.3 ഓഫ് ദി എസ്റ്റിമേറ്റ് ഇതിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ജസ്റ്റ് 5.4 lakh crore ആണ് ഇപ്പം ഏകദേശം. ഓക്കെ, ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ 36% ഇപ്പം ഡെഫിസിറ്റ് ഉണ്ട്. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ നിങ്ങൾ നോക്കണം. ജസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ബോറോയിങ് എത്ര എന്നുള്ളതാണ്. അപ്പൊ അഥവാ ടോട്ടൽ ഗവൺമെന്റിന്റെ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റവന്യൂ എക്സെപ്റ്റ് ബോറോയിങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് ബഡ്ജറ്ററി മാനേജ്മെന്റ്. ഓക്കെ, FRBM ആക്ട് ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. FRBM ആക്ട് നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നതായിരിക്കും. FRBM ആക്ട് അതിനെ കൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. 2005 അതിന്റെ റിവ്യൂ കമ്മിറ്റി. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അതാണ് അതിൽ നോക്കേണ്ടത്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കൂടെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് നോക്കുക. അതുപോലെ തന്നെ പ്രൈമറി ഡെഫിസിറ്റ് നോക്കുക. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റും ജസ്റ്റ് അതിന്റെ കൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഞാനത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുമാണ്. അതാണ് നമുക്ക് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് നിങ്ങൾ നോക്കേണ്ടത് 5G സബ്സ്ക്രിപ്ഷൻ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 2027 500 മില്യൺ വരെ എത്തുന്നതാണ് ഡാറ്റാസ് പറയുന്നത്, പല റിപ്പോർട്ടുകളും പറയുന്നത്, എമിഷൻ മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരമൊക്കെ. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട അതിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് 5th ജനറേഷൻ 5G എങ്ങനെ 4G ഡിഫറെന്റ് ആവും എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതാണ് അതിൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സജഷൻസ് അറിയിക്കുക. മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം.